മുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്ന കേരള കോൺഗ്രസ് എം പ്രഖ്യാപനത്തിനിടെ കെ മാണി സ്മാരകത്തിന് ഭൂമി നൽകി സർക്കാർ. വാട്ടർ അതോറിറ്റിയുടെ 25 സെന്റ് ഭൂമിയാണ് മന്ത്രിസഭാ യോഗം കെ മാണി ഫൗണ്ടേഷന് വേണ്ടി അനുവദിച്ചത്. കോടിയേരി ബാലകൃഷ്ണൻ സ്മാരകത്തിന് തലശ്ശേരിയിൽ ഭൂമി അനുവദിക്കാനും കോളേജുകളിൽ അധ്യാപക തസ്തികകൾ സൃഷ്ടിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മറ്റ് അഭ്യൂഹങ്ങൾ ചർച്ചയാകുന്നതിനിടെയാണ് കെ മാണി ഫൗണ്ടേഷന് ഭൂമി നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. കെ മാണി മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ തുടങ്ങാൻ തിരുവനന്തപുരം വെള്ളയമ്പലത്തെ വാട്ടർ അതോറിറ്റിയുടെ 25 സെന്റ് ഭൂമിയാണ് പാട്ടത്തിന് നൽകുന്നത്. 2020 കേരള കോൺഗ്രസ് എം UDF-നൊപ്പമായിരുന്നപ്പോഴാണ് സ്മാരകം തുടങ്ങാൻ 5 കോടി രൂപ തോമസ് ഐസക് അനുവദിച്ചത്. തലശ്ശേരി വാടിക്കകത്ത് കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക പഠന ഗവേഷണ കേന്ദ്രം തുടങ്ങാൻ 1.139 ഏക്കർ ഭൂമിയും നൽകി. സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ 2020-21 അധ്യയന വർഷത്തിൽ പുതുതായി അനുവദിച്ച കോഴ്സുകളിലേക്ക് 48 തസ്തികകൾ സൃഷ്ടിച്ചു. 16 മണിക്കൂർ വർക്ക് ലോഡുള്ള വിഷയങ്ങളിലാണ് തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തുന്നത്. മുഖ്യമന്ത്രിയുടെ കണക്ടഡ് ടു വർക്ക് പദ്ധതിയുടെ പുതുക്കിയ മാർഗരേഖയ്ക്കും മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.